ഗുഡ് ഈവനിംഗ്. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. താമരയോടുള്ള പ്രേമം ഉള്ളിലൊതുക്കിയ കോൺഗ്രസുകാരുടെ പട്ടികയിൽ കമൽനാഥും ഇടം പിടിക്കുകയാണോ? കോൺഗ്രസ് ബി.ജെ.പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണോ കമൽനാഥ്? ഒലിച്ചു പോകുന്ന മണ്ണ് ബി.ജെ.പിയിലേക്ക് തന്നെയെന്ന് കോൺഗ്രസ് നേതൃത്വം ഇനി എന്ന് തിരിച്ചറിയും? സ്വന്തം നേതാക്കളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത കോൺഗ്രസിനെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കേണ്ടത്? മോദിയുടെ വിരുന്നിന്റെ മേനി പറയുന്ന പ്രേമചന്ദ്രന്മാർ ഉൾപ്പെടുന്ന മുന്നണിക്കും അതിനെ ന്യായീകരിക്കുന്ന നേതാക്കൾക്കും എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഡോക്ടർ വി ശിവദാസൻ എം പി, CPIM, സേനാപതി വേണു, കോൺഗ്രസ്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ സേനാപതി വേണു, കമൽനാഥ് മകൻ നകുൽനാഥ്, വിവേക് തൻഖ MP ബി.ജെ.പിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചയായതും നിറഞ്ഞു നിൽക്കുന്നതും. അതിനിടെ ഇവിടെ ഒരു MP പ്രധാനമന്ത്രിയോടൊപ്പം ഊണ് കഴിച്ചതിൻ്റെ വലിയ മേനി പറയുന്നുണ്ട്. കോൺഗ്രസ് UDF നേതാക്കൾ അതിനെ ന്യായീകരിച്ച് വലയുകയും ചെയ്യുന്നുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇതാ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ പൊതുസമൂഹത്തോട് കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ആദ്യം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളുടെ ഇഷ്ടം. ഒരു MP പ്രധാനമന്ത്രിയോടൊപ്പം ഊണ് കഴിച്ചു എന്നുള്ളത് അതൊരു വാർത്തയായി കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ ഒരു സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിപ്പോഴല്ല, കുറച്ച് കാലം മുമ്പ് മുതൽ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്കും ചിലരുടെ കയ്യിൽ ചരട് കെട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ ചന്ദനക്കുറി തൊടുന്നു, അവനിടുന്ന ഷർട്ടിന്റെ കളറ്, മുണ്ടിന്റെ നിറം, ഇതൊക്കെ നോക്കി ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഏതായാലും പ്രേമചന്ദ്രനെ പോലെ ഒരു MPക്കെതിരെ ഇത്രയും അതിനെ എന്താ നമ്മൾ പറയുന്നത്, ഇത്രയും വില കുറഞ്ഞത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതൊട്ടും ഔചിത്യമല്ല എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. കാരണം ശ്രീ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ രഹസ്യമായിട്ട് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഏതെങ്കിലും രഹസ്യ ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രധാനമന്ത്രി മറ്റ് 7 MPമാരെ കൂടി വിളിച്ച് ആ 7 MPമാരുടെ സാന്നിധ്യത്തിലാണ് ശ്രീ പ്രേമചന്ദ്രൻ ആ വിരുന്നിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനി പ്രേമചന്ദ്രന്റെ ഒരു രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാടിന്റെ വിശ്വാസ്യതയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക എന്ന് പ്രേമചന്ദ്രനോടൊപ്പം ആ വിരുന്നിൽ പങ്കെടുത്ത 7 MPമാർ ആരൊക്കെയാണ് സാർ? ആ 7 MPമാരുടെ പാർട്ടി അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ല, ഞാനിപ്പോ 7 ഇനിയിപ്പോ അവരുടെ പാർട്ടി അവരെല്ലാം BJP-കാരാണെന്ന് തന്നെ തീരുമാനിച്ചു. അവരെല്ലാം BJP-കാരാണ് എന്ന് തന്നെ തീരുമാനിച്ചുള്ളൂ. ഇനി പ്രധാനമന്ത്രിക്ക് ദുരുദ്ദേശം കൂടി ഉണ്ട് എന്ന് വിചാരിച്ചു. ഏതായാലും ദീർഘകാലം, ഇത്രയും കാലം പാർലമെന്റിൽ അദ്ദേഹം MP ആയിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇനി ഏത് കാരണമായിക്കോട്ടെ അദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിച്ചു, അദ്ദേഹം പോയി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു നറേറ്റീവിലേക്ക് പോകേണ്ട ഒന്ന് ഈ കാര്യത്തിലുണ്ട്. ഊണിന് ക്ഷണിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമില്ല എന്നാണോ താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? പ്രധാനമന്ത്രി ആ ഊണിന് NK പ്രേമചന്ദ്രനെ വിളിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയവുമില്ലേ? ഒരു രാഷ്ട്രീയമില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം NK പ്രേമചന്ദ്രന്റെ പാർട്ടി അത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വിപ്ലവമില്ല എന്നതിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് ഇന്ത്യയിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ആ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാലത്തെ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്തും പുറത്തും ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നത് അത് നമ്മുടെ ഉത്തരാഖണ്ഡില് ഹൽദ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഹൽദ്വാൻ എന്ന് പറയും, ഈ ഊണ് നടക്കുമ്പോൾ, ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഉത്തരാഖണ്ഡിൽ ഹൽദ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസ തകർത്തതിന്റെ പേരിൽ വലിയ കലാപം നടക്കുകയാണ്. അവിടെ മനുഷ്യർ മരിച്ചു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അസമിൽ ക്രൈസ്തവ മിഷണറിമാർ അവരുടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് സംഘപരിവാർ അവിടെ ഉത്തരവ് പറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ കൂടെ ഊണ് കഴിക്കാൻ NK പ്രേമചന്ദ്രൻ പോയത് എന്നതൊന്നും നിങ്ങളെ വലയ്ക്കുന്നില്ല? അല്ല, പ്രധാനമന്ത്രി ഒരാളെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചു, അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അല്ലാതെ ഇപ്പം അവിടെ BJP-യുടെ ദേശീയ അധ്യക്ഷനോ സംസ്ഥാന അഖിലേന്ത്യാ നേതാവോ എന്നുള്ള നിലയിലല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ദീർഘകാലം പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരു MPയെ അദ്ദേഹം ഊണ് കഴിക്കാനായിട്ട് ക്ഷണിച്ചു. ഇനി പ്രധാനമന്ത്രിക്കുള്ള ഉദ്ദേശം എന്തായിരിക്കാം? ദുരുദ്ദേശമായിരിക്കാം. അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് താങ്കൾ ഒരു വേള സംശയിക്കുന്നുണ്ട്. ദുരുദ്ദേശമായിരിക്കാമെന്ന് താങ്കൾ ഞാൻ സംശയിക്കുന്നില്ല. അല്ല, എനിക്ക് സംശയമില്ല. എനിക്ക്
അല്ല, ഞാൻ എനിക്ക് ഒന്ന് പറയുന്നത് കേൾക്കൂ, ഒന്ന് പറയുന്നത് കേൾക്കൂ. ആ കൂടെ പോയ പാർട്ടികൾ, ആ കൂടെ ഉണ്ടായിരുന്ന എം പിമാർ ഒന്ന് BJD ആണ്, പാർട്ടികൾ ഒന്ന് ഏതും BSP ആണ്, ആയിക്കൊള്ളട്ടെ. അല്ല പാർട്ടി പ്രശ്നമുണ്ട് സാർ. പാർട്ടിയിൽ ആ പാർട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ വിളിച്ച ഒരു പാർട്ടികൾക്ക് പ്രശ്നമില്ലെന്നേ. ചില കാരണം പ്രശ്നങ്ങളുണ്ട്. ആ പാർട്ടിയിലുള്ള പ്രേമചന്ദ്രന്റെ എല്ലാ പാർട്ടിയിൽ ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങേക്ക് അവസരം തരാം, അങ്ങോട്ട് തന്നെ സംസാരിക്കുന്നത്. ആ പാർട്ടിയിലുള്ള ആ കൂടെ വിരുന്നിന് പോയവർ അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ പോയവർ, അവരുടെ പാർട്ടി എല്ലാ ഘട്ടങ്ങളിലും BJP പ്രതിസന്ധിയിലാകുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം സഹായിച്ചവരാണ്. ആ സഹായിച്ചവരുടെ കൂടെയാണ് RSPയുടെ NK പ്രേമചന്ദ്രൻ ഊണ് കഴിക്കാൻ പോയത്. അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയവും താങ്കൾ കാണുന്നില്ല ആ വിളിച്ചതിൽ, ആ ഊണിൽ? അല്ല, RSPയുടെ ഒരു MP ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഘപരിവാറിന് പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തില് നാളിതുവരെ ഈ നിമിഷം വരെ സംഘപരിവാറിനെ സഹായിച്ചതായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിനൊപ്പം നിന്നതായിട്ടോ ഇല്ല. ഇപ്പോ നിങ്ങൾ പ്രേമചന്ദ്രനെതിരെ ഈ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് അത് വളരെ ദുരുദ്ദേശപരമായ ഒരു ആരോപണമാണ്. ആ ആരോപണത്തിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ അറിയാം. അതുകൊണ്ട് ആ ആരോപണം അത് ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ട് അതങ്ങ് കെട്ടടങ്ങും. ഇങ്ങനെ നിങ്ങൾ പലർക്കും സംഘപരിവാറിന്റെ മുദ്ര ചാർത്തി കൊടുക്കുന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട INTUCയുടെ R ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രശേഖരനും കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. നിങ്ങൾ ഈ പറയുന്നത് പോലെ NK പ്രേമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു UDF നിലപാടിന് വിരുദ്ധമാണ്, NK പ്രേമചന്ദ്രൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയത് ശരിയായില്ല എന്ന് കൃത്യമായി ഇന്ന് പറയുകയുണ്ടായി. നിങ്ങൾ ഈ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ഈ പറയുന്ന INTUCയുടെ ചന്ദ്രശേഖരനും കൂട്ടു നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? INTUCയുടെ ചന്ദ്രശേഖരൻ വേറെ ചില കാര്യം പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. RSP എന്ന് പറയുന്ന പാർട്ടിക്ക് എത്ര വോട്ടുണ്ട്, അവർക്ക് കേരളത്തിൽ അത് ഓക്കെ സമ്മതിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾ അദ്ദേഹത്തെ തള്ളുകയാണ് ഉണ്ടായത്. ഇന്നും നിങ്ങൾ അദ്ദേഹത്തെ തള്ളുക തന്നെയാണോ? INTUCയുടെ സംസ്ഥാന അധ്യക്ഷന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം രേഖപ്പെടുത്തി. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് INTUCയുടെ നേതാവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിൽക്കുന്ന ഒരാളല്ലേ? അല്ല, ആ ആള് ഒരു ഘടകകക്ഷിയുടെ ഒരു MP കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയേണ്ട ഒരു അഭിപ്രായമാണോ അദ്ദേഹം പറഞ്ഞത്? ഒരു പാർട്ടിയിലെ സീറ്റ് വിഭജനം അതിന്റെ ഒരു ചർച്ച ഇതുവരെയും ആയിട്ടില്ല. ആ ചർച്ചയ്ക്ക് മുമ്പേ തന്നെ INTUCക്ക് 2 സീറ്റ് വേണം, അല്ലെങ്കിൽ INTUCക്ക് ഒരു സീറ്റ് വേണം. ചന്ദ്രശേഖരൻ ചെയ്തത് ശരിയായില്ല എന്ന നിലപാടിലേക്ക് നിങ്ങൾ വരണം. അല്ല, അതൊന്നും ശരിയായ നിലപാടുകളല്ലല്ലോ. അതൊന്നും ശരിയായ ഒരു നിലപാടുകളല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ ഇങ്ങനെയും ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു സംഘപരിവാർ മുദ്ര ചാർത്തുന്നതിന് വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണം, പ്രത്യേകിച്ച് പ്രേമചന്ദ്രനെ പോലെ ഒരാൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വില കുറഞ്ഞ രാഷ്ട്രീയം എന്നുള്ളത് മാത്രമേ ആ കാര്യത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് മധ്യപ്രദേശിലേക്ക് വരും. ഇപ്പോ കമൽനാഥിനെ പോലുള്ള ആളുകൾ ഇപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവ് BJPയിലേക്ക് പോകുന്നു എന്നൊരു ചർച്ച ഏതായാലും അദ്ദേഹം പോയതായിട്ടോ പോകാൻ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയതായിട്ടോ കേട്ടില്ല. ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ ചില മാധ്യമങ്ങളിലും ചെയ്തിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ കമൽനാഥ് ആ ആരോപണത്തെ അല്ലെങ്കിൽ ആ വാർത്തയെ തള്ളി പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല, അദ്ദേഹം അതിനെ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഈ വാർത്തയെ നാളെ ഈ സമയം വരെ, നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന 8 മണി സമയം വരെ അദ്ദേഹം ആ വാർത്തയെക്കുറിച്ച് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അദ്ദേഹം പോയോ അല്ലെങ്കിൽ പോകാൻ ഒരു തീരുമാനം എടുത്തോ എന്ന് അദ്ദേഹമായിട്ട് പറഞ്ഞിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു ചർച്ച ഇതിനകത്ത് മുഴങ്ങി കേൾക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഇന്നിപ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടയായിട്ടുള്ളത്. ഇനിയിപ്പം ജീവിതത്തിന്റെ ഒരു സായാഹ്ന കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടി കേന്ദ്രമന്ത്രിയായി, മുഖ്യമന്ത്രിയായി, AICCയുടെ നേതാവായി, സംസ്ഥാനത്തെ PCC അധ്യക്ഷനായി, അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും അപ്പുറത്തുനിന്ന് കിട്ടാൻ ആഗ്രഹമുള്ളവർ പോകുന്നവർ പോട്ടെ, അങ്ങനെയുള്ളവർ പോവുക എന്നുള്ളതല്ലാതെ അവരെ ആരെയും പിടിച്ചു നിർത്താനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് താങ്കൾ പറഞ്ഞു വെക്കുന്നത് ഇത്രയും നാളും മധ്യപ്രദേശിലെ നിങ്ങളുടെ മുഖമായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന ആ വ്യക്തി അത് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് എത്ര ലാഘവത്തോടെയാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്? ജ്യോതിരാദിത്യ സിന്ധ്യ പോയപ്പോഴും SM കൃഷ്ണ പോയപ്പോഴും ഒക്കെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വെച്ചത് ഇത് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് SM കൃഷ്ണ പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ അവസാനിക്കുന്നു നമ്മൾ വിചാരിച്ചോ? ഇല്ല. കോൺഗ്രസിൽ സിദ്ധരാമയ്യ വന്നു, DK ശിവകുമാർ വന്നു, ഗുലാം നബി ആസാദിനെ പോലെ പാർലമെന്റിൽ 82 വയസ്സ് വരെ കോൺഗ്രസിന്റെ മുഴുവൻ സർവസ്വവും നേടിയ ഒരാള്. അദ്ദേഹത്തിന് ഇനിയും രാജ്യസഭയിൽ സീറ്റ് കിട്ടണം, കോൺഗ്രസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് പോയി. അദ്ദേഹം പോകട്ടെ, അദ്ദേഹത്തിന് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങൾ ഉള്ളവരൊക്കെ പൊക്കോട്ടെ. ഞങ്ങൾക്ക് പോകാത്ത ആളുകൾ, ഈ പാർട്ടിയിൽ പോകാത്ത ആളുകളുണ്ട്. ഞങ്ങൾ ആ പോകാത്ത ആളുകളെ ഇന്ത്യൻ പറയുന്നവരെ കുറിച്ചൊക്കെ ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് ഈ കമൽനാഥിനെ കുറിച്ച് ഒറിജിനൽ ക്യാപ്റ്റൻ എന്നായിരുന്നു നിങ്ങൾ വിളിച്ചിരുന്നത്. അമരീന്ദർ സിംഗ്
റിയൽ ക്യാപ്റ്റൻ എന്നായിരുന്നു നിങ്ങൾ വിളിച്ചിരുന്നത്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഘോഷിച്ച മനുഷ്യരാണ്, നേതാക്കന്മാരാണ്. എവിടെയാണ് സാർ? ഞങ്ങളുടെ പാർട്ടിയിൽ അവരുണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ നേതാക്കളായിരുന്നു, ഞങ്ങളെ നയിച്ചവരായിരുന്നു. അവരുടെ ആരുടെയും മനസ്സ് തുറന്നു നോക്കാനുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടായപ്പോൾ, കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഇന്ദിരാഗാന്ധിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദേവരാജ് അരശ് അപ്പുറത്തേക്ക് ചാടി. അരശിന് പകരം ഗുണ്ടുറാവു നേതാവായി വന്നു, ബംഗാരപ്പ നേതാവായിട്ട് വന്നു. നാളെ എവിടെ മറ്റൊരാൾ നേതാവായിട്ട് വരുന്നേ, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ശരത് പവാർ, എന്താ പറഞ്ഞ, സോണിയാഗാന്ധി വിദേശ പൗരത്വമുള്ള ആള്, അല്ലെങ്കിൽ വിദേശത്ത് ജനിച്ച ആള്, അത് ഇന്ത്യയിൽ നേതാവാകാൻ പറ്റത്തില്ല, പ്രധാനമന്ത്രിയാകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ശരത് പവാർ പോയത്. ശരത് പവാർ പോയതിനു ശേഷം എത്രയോ നേതാക്കന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. ഇപ്പൊ നാനാ പട്ടാള ഞങ്ങളുടെ പാർട്ടി അവിടെ നേതാക്കന്മാർ വന്നു. പക്ഷേ പാർട്ടിയുടെ ഇന്നത്തെ സ്ഥാനം എവിടെയാണ് എന്നത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ പോകുന്നു എന്നതിനെ കുറിച്ച് ഒരിക്കലെങ്കിലും കോൺഗ്രസ് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ നേതാക്കൾ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പൊ നേതാക്കൾ ഞങ്ങളുടെ വിട്ടുപോയി, ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥിതി വളരെ മോശമാണ്. നേതാക്കൾ വിട്ടുപോകാത്ത പാർട്ടിയാണല്ലോ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന രണ്ടുപേര്. 61 എംപിമാരുള്ളവര് ഒരു നേതാക്കളും പോയില്ല. ആ പാർട്ടി ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു MP പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ നേതാക്കൾ ആരും പോയില്ല, അണികൾ മാത്രമേ പോയുള്ളൂ. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയമായി ഈ സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടി ആളുകൾ പോകും. ആ പോകാത്ത ആളുകൾ കോൺഗ്രസിലുണ്ട്. ആ പോകാത്ത ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തി. അവരെല്ലാ കാലഘട്ടത്തിലും അവരൊരു സ്ഥാനമാനങ്ങളും നേടിയവരല്ല. ഇനി സ്ഥാനമാനങ്ങൾ നേടിയവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഈ പാർട്ടിയിൽ ഇല്ലാതെ വരുമ്പോ ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് പോകുന്നവർ പോകട്ടെ. അങ്ങനെ പോയിട്ടുള്ളവർ അവര് കുറെയൊക്കെ പേര് തിരിച്ചൊക്കെ വന്നിട്ടുണ്ട്, പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ ഒന്നും കണ്ടുകൊണ്ടല്ല കോൺഗ്രസ് ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ ആ വിശ്വാസ പ്രമാണങ്ങൾ കാത്തുരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് നിലനിൽക്കും. ഈ പാർട്ടി താങ്കളിലേക്ക് ഞാൻ തീർച്ചയായും വളരെ വേഗം തിരികെ വരാം. ശ്രീ വി ശിവദാസൻ MP, എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പോകുന്ന നേതാക്കളാണെങ്കിൽ അവരങ്ങ് പൊയ്ക്കോട്ടെ, അവരെ ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് കമൽനാഥിനെ പോലുള്ളൊരു നേതാവ് പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി. ഒപ്പം തന്നെ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഊണ് കഴിക്കാൻ പോകുന്നതിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയവുമില്ല, നിങ്ങൾ മനഃപൂർവ്വം അദ്ദേഹത്തെ സംഖ്യയാക്കാൻ ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ കമൽനാഥ് BJPയിലേക്ക് പോയോ അല്ലെങ്കിൽ വിവേക് ധണ്ട പോയോ എന്നുള്ളതിനെല്ലാം അപ്പുറത്തൊരു വിഷയം കോൺഗ്രസിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ കമൽനാഥ് ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്നു കോൺഗ്രസിനകത്ത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വർഗീയത, ഈ ഹിന്ദുത്വ ഭീകരതയുടെ രാഷ്ട്രീയം കോൺഗ്രസ് നേതാവായി നിന്നുകൊണ്ട് പ്രസംഗിച്ചയാളാണ് കമൽനാഥ്. ആ കമൽനാഥിനെ രാജ്യമാകെയുള്ള മതനിരപേക്ഷ കക്ഷികൾ തുറന്നുകാട്ടി. അവർ പറഞ്ഞു, കോൺഗ്രസിൻ്റെ നേതാവായിരിക്കെ മതനിരപേക്ഷ കക്ഷികളോടൊപ്പം നിൽക്കുന്നു, ഇന്ത്യ മുന്നണി ഉൾപ്പെടെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവായി നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പാടില്ല, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് അപമാനമാണത്. പക്ഷേ ആ സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാടെന്താണ്? അത് നമുക്ക് കേരളത്തിലും ബാധകമാണ്. ഇവിടെ സവർക്കറിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ പുഷ്പമർപ്പിക്കുന്നു, RSSൻ്റെ സ്ഥാപക നേതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച് RSS പരിപാടിയുടെ ഭാഗമാകുന്നു. എനിക്ക് BJPയിലേക്ക് പോകാൻ മടിയില്ലെന്ന് കോൺഗ്രസിൻ്റെ നേതാവ് PCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറയുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവരെ തിരുത്തിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ ബോധം കോൺഗ്രസ്സിന് വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം. ഇവിടെ എത്രയെത്ര കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോയി എന്നുള്ള കണക്ക് ഒക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം തന്നെയാണല്ലോ. ഇപ്പോൾ ആസാമിലെ ഹിമന്ത ബിശ്വാസിനെ, പഞ്ചാബിലെ അമരീന്ദർ സിംഗിനെ, മുൻ മുഖ്യമന്ത്രി, ഉത്തരാഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ്, കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ്, PCC പ്രസിഡൻ്റായ UPയിലെ കോൺഗ്രസ് നേതാവ്, ഇങ്ങനെ വലിയൊരു നിര തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ടതിന് ശേഷം അവിടെ നടന്നിട്ടുള്ള വിവിധ വിഷയങ്ങളോട് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടെന്തായിരുന്നു? ഞങ്ങളാണ് രാമക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ അവകാശികളെന്നും ഞങ്ങളാണ് അവിടെ ശിലാന്യാസം നടത്തുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുകയാണ്. അതിനപ്പുറത്ത് അവിടെ പള്ളി പണിത് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് നേതാവ് പ്രസംഗിക്കുക. BJPയുടെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ആകെ 1 ലക്ഷം രൂപ മാത്രമേ കൊടുത്തുള്ളൂ, ഞാൻ
1,11,011 രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറയുന്നു. ഞാൻ 3 വെള്ളി ഇഷ്ടികകൾ കൊടുത്തിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു. അപ്പോൾ അതിനകത്തുള്ള രാഷ്ട്രീയം എന്താണ്? അതിനകത്തുള്ള രാഷ്ട്രീയം നിങ്ങൾക്ക് RSSൻ്റെ രാഷ്ട്രീയത്തിനെതിരായി പോരാടാനുള്ള ഊർജ്ജമില്ല എന്നുള്ളതുകൊണ്ടാണ്. അവിടെയാണ് അങ്ങനെയൊരു കോൺഗ്രസിനെ കൊണ്ട് മതനിരപേക്ഷ പക്ഷത്തിന് എന്ത് കാര്യം എന്നുള്ള ചോദ്യം വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെ, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ ചൂണ്ടയിടാൻ BJPക്ക് സാധിക്കുന്നത്? അവരെ ചായ സൽക്കാരത്തിനും ഭക്ഷണ ഉച്ചവിരുന്നിനും രാത്രി വിരുന്നിനും ഒക്കെ ക്ഷണിക്കുന്നതിന് മോദിക്ക് തോന്നാനിടയാവുന്ന കാരണമെന്ത് എന്ന് അന്വേഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കപ്പെടണം, നിലനിൽക്കണം. കോൺഗ്രസ് മതനിരപേക്ഷ കക്ഷിയായിട്ട് നിലപാടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും എൻ്റെ പാർട്ടിയും. കാരണം ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. എന്നാൽ BJP ചെയ്യുന്നതാവട്ടെ, അവർ ഇന്ത്യയുടെ പാർലമെൻറ്റിനെ, മതനിരപേക്ഷ സ്ഥാപനങ്ങളെ മുഴുവൻ തകർത്തെറിയുകയാണ്. ആ ഘട്ടത്തിൽ അതിനെതിരായി പ്രതികരിക്കാനുള്ള ഊർജം ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുകയും വേണം. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി നടത്തിയിട്ടൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മോദി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ്? കോൺഗ്രസ് എങ്ങനെയാണ് BJP എതിർക്കുക? കോൺഗ്രസ്സിന് എന്താണ് അതിനുള്ള അവകാശം? നിങ്ങളുടെ നയമല്ലേ ഈ തകർച്ചയ്ക്ക് കാരണമാക്കിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചില സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു. അത് BHLൻ്റെ പേര് പറഞ്ഞു, BSNLൻ്റെ ടെലികോം സെക്ടറിനെ കുറിച്ച് പറഞ്ഞു, LICയെ കുറിച്ച് പറഞ്ഞു, ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ചൊക്കെ പറയുണ്ടായി. മോദി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഇപ്പുറത്ത് ചിദംബരം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എടുക്കാം. മോദിയുടെ സാമ്പത്തിക നയങ്ങൾ ഞങ്ങളാണ് മെച്ചപ്പെട്ട നിലയിൽ നടപ്പിലാക്കുക എന്ന് മോദി ചിദംബരം പ്രസംഗിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം മെച്ചപ്പെട്ട നിലയിൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ചിദംബരം പ്രസംഗിക്കുന്നു. അപ്പോൾ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ മോദിയുടെ നയത്തോട് വ്യത്യസ്തതയില്ല. വർഗീയതയുടെ കാര്യത്തിൽ BJP മുന്നോട്ട് വെക്കുന്ന വർഗീയതയെ ഏറിയും കുറഞ്ഞും മുന്നോട്ട് വെക്കുന്നതിന് കോൺഗ്രസും പലയിടത്തും തയ്യാറാവുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നയം തിരുത്താൻ കോൺഗ്രസ് തയ്യാറാവണം എന്ന കാര്യം. ശരി, ഇവിടെ ലാൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരാറുണ്ട്. ലാൽകുമാർ, ഞാനിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു അത്ഭുതത്തോടെ സേനാപതി വേണു പറയുന്നത്. അദ്ദേഹം വളരെ ലാഘവത്തോടെയാണ് പറയുന്നത്. പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ, കമൽനാഥ് ആ രീതിയിലാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ, ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെയുള്ള നേതാക്കളെ എന്ന് പറയുകയാണ്. നമ്മൾ എത്രയോ തവണയായി കേൾക്കുന്നു. നേരത്തെ കുറേ പേരുകൾ ഞങ്ങൾ എല്ലാവരും പറയുകയുണ്ടായി. ആ സമയത്തും അവർ പറഞ്ഞത് ഇതേ ന്യായം തന്നെയായിരുന്നു. അങ്ങനെ പോകുന്നവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ട് പോകുന്നു എന്നതിനെക്കുറിച്ചൊരു ചിന്തയോ ആലോചനയോ ഉണ്ടാകുന്നില്ല. ഈ കാൽക്കീഴിലെ മണ്ണൊലിച്ച് ചെന്ന് ചേരുന്നത് BJPയിലേക്കാണ് എന്ന തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് നേതൃത്വം എന്നെത്തുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, ഇവിടെ NK പ്രേമചന്ദ്രനുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ പ്രതിപക്ഷ നേതാവും K മുരളീധരനും അടക്കമുള്ളവരൊക്കെ വലിയ തോതിൽ ന്യായീകരിക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല, അങ്ങനെ സംഖ്യയാക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ പ്രേമചന്ദ്രനെ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? മോദിയുടെ ആ ഉച്ചയൂണിന് പുറകിലെ രാഷ്ട്രീയം എന്തുകൊണ്ട് പ്രേമചന്ദ്രന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? അതോ തിരിച്ചറിഞ്ഞിട്ടും മനഃപൂർവ്വം ഊണിന് പോയതാണോ? ഇവിടെ 1-2 വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, ഇപ്പൊ കമൽനാഥ് പോകുന്നെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ, ഇപ്പൊ കോൺഗ്രസിനോട് താല്പര്യം ഒട്ടുമില്ലാത്ത ആൾക്കാർ ഏത് സമയത്തും അവരെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാത്രമേ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറയാൻ പറ്റൂ. അത് അദ്ദേഹത്തിന് ഒരു നിസ്സഹായത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രശ്നം അതല്ല. എന്റെ പ്രശ്നം സേനാപതി വേണു എടുത്തൊരു കണ്ടൻഷൻ. അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം പറഞ്ഞത് ഇതുവരെ കമൽനാഥ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്നും BJPയിലേക്ക് പോകുന്ന വാർത്തയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നും പറയുന്നു. നോക്കൂ, ഒരാൾ, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് സേനാപതി വേണു എന്ന് പറയുന്ന ഒരാളെ എടുക്കുക. അദ്ദേഹത്തെ കുറിച്ചൊരു വാർത്ത വരുന്നു. അദ്ദേഹത്തെ കുറിച്ച് വരുന്ന വാർത്ത, കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ വക്താവായ സേനാപതി വേണു BJPയിൽ ചേരുന്നു എന്നൊരു വാർത്ത വന്നാൽ അദ്ദേഹം അങ്ങനൊരു സംഭവം ഇല്ല എന്ന് പ്രതികരിക്കുകയല്ലേ ചെയ്യുക? അതിന് മിണ്ടാതിരിക്കുകയാണോ സാധാരണ ഇത് ചെയ്യുക? ഞാൻ മനസ്സിലാക്കുന്നത് ശക്തനായ കോൺഗ്രസ്സുകാരനായ കോൺഗ്രസിന്റെ വക്താവായ സേനാപതി സേന തന്നെ പറയും ഇത് തെറ്റായ വാർത്തയാണ്,
അങ്ങോട്ട് ചർച്ചയും ഉണ്ടായിട്ടില്ല. എനിക്ക് BJP പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, കോൺഗ്രസിന്റെ ഇന്ന ആളാണ് ഞാൻ എന്ന് പറയത്തില്ലേ? അപ്പൊ ഇത്രയും നേരം കഴിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന കമൽനാഥാണ് അവിടുത്തെ അപകടകാരി. അതൊരു അപകടം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ സേനാപതി വേണു കറക്റ്റ് ചെയ്യും. അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യാനൊന്നും അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് കറക്റ്റ് ചെയ്യേണ്ടത് കമൽനാഥാ. ഞാൻ സേനാപതി വേണു എന്നുള്ള ഉദാഹരണം എടുത്ത് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ആ പോയിന്റ് അവിടെ ഞാൻ അവസാനിപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ഒരു പ്രശ്നം, പോകുന്നെങ്കിൽ പോട്ടെ എന്ന് പറയുന്നൊരു കാര്യം വരുന്നു. നോക്കൂ, മധ്യപ്രദേശിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അത്യാവശ്യം ഓർഗനൈസേഷനുള്ള സംഘടനയുള്ള ഒരു സ്ഥലമാണ് മധ്യപ്രദേശ്. അങ്ങനെ മോശം അവസ്ഥയിലല്ലായിരുന്നു കോൺഗ്രസ്. ഇപ്പോഴും അവർക്ക് നല്ല പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് കിട്ടുന്നുണ്ട്. ആ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് റിസൾട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ആ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സീറ്റ് ജയിക്കുന്നതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിലും ഒരു 30-38% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയെ നമ്മളത് കൊച്ചാക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു പാർട്ടി യഥാർത്ഥത്തിൽ അവർ അധികാരത്തിലേക്ക് വരാതിരിക്കുന്നതിന് കാരണം ഈ പ്രാവശ്യം പ്രത്യേകിച്ച് എന്തായിരുന്നു? അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് അല്ലേ, ഇതല്ലായിരുന്നോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ കമൽനാഥിന് മുഖ്യമന്ത്രിയാകാൻ ഒരു കാരണവശാലും ചെറുപ്പക്കാരനായ ജ്യോതിരാദിത്യ സിന്ധ്യയെ ഉയർത്തിക്കൊണ്ട് വരരുത് എന്ന കമൽനാഥിന്റെ വാശിക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് AICC വഴങ്ങുകയായിരുന്നു. അതല്ലേ സംഭവിച്ചത്? അപ്പം കോൺഗ്രസിന്റെ കൂട്ടത്തിൽ നിന്ന ജ്യോതിരാദിത്യ സിന്ധ്യ കളം മാറ്റി ചവിട്ടി BJPയിലേക്ക് പോകുന്നു. അവിടെ അങ്ങനെ പോയതിന്റെ ഭാഗമായി ഈ ചമ്പൽ മേഖലയിലൊക്കെയുള്ള വലിയ സ്വാധീനം യഥാർത്ഥത്തിൽ BJPക്ക് കൂടുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ കോൺഗ്രസിന് വീക്ക് ആവുകയാണ് ചെയ്തത്. കോൺഗ്രസിനെ പോലൊരു ശക്തമായ കോൺഗ്രസിന്റെ ഒരു സിറ്റഡൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ചമ്പൽ ഏരിയ. അവിടെയൊക്കെ വീക്കായി എന്നുള്ളതാണ്. അപ്പൊ അത് മൊത്തത്തിൽ ബാധിച്ചു. ഇപ്പൊ നോക്കൂ, അടുത്തത് കമൽനാഥും പോന്നു. എങ്ങനെയാണ് ഈ പാർട്ടി അവർ പൊളിക്കുന്നത് നോക്കൂ. എനിക്ക് മുഖ്യമന്ത്രിയാകാൻ ഞാൻ മറ്റേയാളെ അനുവദിക്കത്തില്ല എന്ന കാരണത്താൽ അപ്പുറത്ത് നിന്ന ശക്തനായ കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരൻ BJPയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഈ പറഞ്ഞ ഇലക്ഷന് മുഖ്യമന്ത്രിയാകാൻ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ നേതാവാകാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹവും BJP പോകുന്നു. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്? എല്ലാവരും BJP പോകുന്നു. ഇപ്പൊ കമൽനാഥ് പോയിട്ടില്ല, പക്ഷെ അതിനുള്ള ഒരു ഒരുക്കമാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനായി പോലും വരാൻ സാധ്യത ഉണ്ടായിരുന്ന അശോക് ഗെഹ്ലോട്ടിനും ഇത് തന്നെ സംഭവിക്കും. ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. സച്ചിൻ പൈലറ്റ് ഇവരെ വെറുപ്പിച്ചിട്ട് പോകും. അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ടും അപ്പുറത്ത് പോയാൽ അത്ഭുതമില്ല. കാര്യം അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കണം. നമ്മൾ ഇവരെ എല്ലാം മെരുക്കി നിർത്താൻ, ടൈം ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇവര് നോക്കൂ, വ്യക്തിയല്ല, അതിനെക്കാട്ടിലും വലുതാണ് പാർട്ടി മൂല്യങ്ങൾ. ആ പാർട്ടി മൂല്യങ്ങൾക്ക് പാർട്ടിയെ ഇവര് ഒരു കച്ചവട ചരക്കാക്കുന്ന രീതിയിൽ ഈ നേതാക്കന്മാർ വെച്ച് വിലപേശുകയാണ് ചെയ്തത്. ആ വിലപേശലിന് നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു കോൺഗ്രസ്. ഈ വിലപേശലിന് കമൽനാഥിന്റെയോ അശോക് ഗെഹ്ലോട്ടിന്റെയോ ഈ പറയുന്ന വിലപേശലിന് നിന്ന് കൊടുക്കരുതായിരുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ടെന്നറിയോ? കേരളത്തിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ടെന്നറിയോ? അതാണ് ശരി. ഒരാളുടെയും വിലപേശലിന് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വന്ന് അവസാനം ഈ വിലപേശിയവനും കൂട്ടത്തിൽ നിന്നാൾ അപ്പുറത്ത് പോവുകയും പിന്നെ അവസാനം ഈ വിലപേശിയവനും എല്ലാം കൂടെ അപ്പുറത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് അതിഗൗരവമായ ഒരു വിഷയമാണ്. അടുത്തത് അത് ഞാൻ അതുകൊണ്ട് അവിടെ അവസാനിപ്പിച്ച് മറുപടി പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം കൂടി ഒന്ന് അവസാനിപ്പിച്ച് നമുക്ക് അതിലോട്ട് പോവാം. അതിലേക്ക് വരാം. വേണുചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ആദ്യത്തെ കേട്ടില്ല. നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോണ്ട് ഞാൻ കേട്ടില്ല. അത് ഞാൻ അവിടെ വിടുന്നു. പിന്നെ പ്രേമേന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രേമേന്ദ്രൻ RSPക്കാരനാണ്, അതിന് നമുക്ക് സംശയമില്ല. ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ്. ഇടത് മൂല്യങ്ങളുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ പോലൊരാള് നോക്കൂ, പ്രധാനമന്ത്രി ഒരു ലഞ്ചിന് വിളിക്കുന്നു. അത് ലഞ്ചിന് വിളിക്കുന്നതൊന്നും തെറ്റല്ല, പക്ഷേ ലഞ്ചിന് പോകുന്നതും തെറ്റല്ല. ഇവരെ മാത്രമായി വിളിക്കുമ്പം, മറ്റുള്ള ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്ത് ഇവരെ വിളിക്കുമ്പം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന
അല്ലെങ്കിൽ സൈലന്റ് അല്ലെങ്കിൽ ലേറ്റന്റ് ആയിട്ടിരിക്കുന്ന അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ മോട്ടീവിനെ അദ്ദേഹത്തെ പോലെ ഒരാൾ കാണണമായിരുന്നു. ആ വിമർശനം നമ്മൾ ഉന്നയിക്കണമല്ലോ അല്ലേ? ആ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സംഘിയാക്കാൻ ശ്രമിക്കുകയാണ് എന്ന മറുപടിയാണ് മറുപക്ഷത്ത് നിന്ന് അവർ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അത് അവർക്ക് അങ്ങനെ പലതും പറയാം. നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. പ്രധാനമന്ത്രി ഇപ്പൊ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഈ പരിപാടിക്ക് വിളിക്കാഞ്ഞത്? അല്ലെങ്കിൽ മറ്റൊരാളെ എന്താ വിളിക്കാഞ്ഞേ? കേരളത്തിൽ നിന്ന് തന്നെ പല ശശി തരൂറിനെ എന്താ ഈ ഡിന്നർ വിളിക്കാഞ്ഞേ? ശശി തരൂറിന് ഹിന്ദി അറിയാൻ വയ്യാഞ്ഞിട്ടാ? അതല്ല. അപ്പം അദ്ദേഹത്തെ ചൂസ് ചെയ്യുമ്പോൾ പ്രേമേന്ദ്രനെ ചൂസ് ചെയ്തത് പ്രേമേന്ദ്രൻ നാളെ BJP ചേരും എന്നുള്ള ഒരു വാദമൊന്നും ഞാൻ വെക്കുന്നില്ല. അങ്ങനെ വെക്കുന്നത് ശരിയല്ല. അങ്ങനെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ശ്രീ ലാൽ. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പറഞ്ഞത്. അത് നമ്മൾ അങ്ങനെ മുന്നോട്ട് വച്ചിട്ടുമില്ല. ഇവിടെ ആ വിരുന്നും അതിന്റെ സാഹചര്യവുമാണ് നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം. ഒറ്റ നിമിഷം ഞാൻ ലാലിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ആ പറഞ്ഞത് കാര്യം ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നതായതുകൊണ്ട് അത് പൂർണ്ണമായി തന്നെ അഭിപ്രായം പോകേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ അഭിപ്രായം മാത്രമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രേമേന്ദ്രനെ പോലെ ഇത്രയും പാർലമെന്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് പ്രേമേന്ദ്രനെ പോലെ ഒരാൾ കൃത്യമായി അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയണമായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് മറ്റാൾക്കാരെ വിളിച്ചില്ല എന്ന് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ എത്രയോ വലിയ സ്റ്റേച്ചറിലേക്ക് ഈ വിഷയം മാറിയേനെ. അതിന് അദ്ദേഹത്തിന് കൂടുതൽ രാഷ്ട്രീയം പറയാനാണ് എന്തുണ്ടാകുമായിരുന്നു. അപ്പൊ അദ്ദേഹം അതിന് പോയി എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ആ പോയതിന്റെ കാരണത്തെക്കുറിച്ചുള്ള ചോദ്യം വരുന്നില്ല, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് വരുന്നില്ല. അങ്ങനെ അതിനകത്തൊരു ആംബിഗ്വിറ്റി നിപ്പുണ്ട്. പ്രേമേന്ദ്രനെ പോലെ ഒരാൾ അതിനകത്ത് ആ ട്രാപ്പിൽ, അതൊരു ട്രാപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ ട്രാപ്പിൽ ചെന്ന് വീഴാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ താങ്കൾ നേരത്തെ എന്നോട് ചോദിച്ചു, നമുക്ക് അങ്ങനെ ആളുകളുടെ മനസ്സ് ഇങ്ങനെ കുത്തിയെടുത്ത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരിയാണ്, അങ്ങനെ മനസ്സ് വായിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ താങ്കൾ നേരത്തെ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, മതേതര മൂല്യങ്ങളിൽ ഉറച്ച് കോൺഗ്രസ് നിൽക്കുക തന്നെ ചെയ്യും, ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന്. ഇപ്പോൾ കമൽനാഥിൻ്റെ ഒരു സമീപനം എടുത്താൽ, ഇപ്പോൾ ഈ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു ആ വിഷയത്തിലെടുത്ത സമീപനങ്ങൾ? അതായത് അവിടെ BJP പറയുന്നതിനേക്കാൾ വലിയ ഹിന്ദുത്വവാദിയാണ് താൻ എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു പല പ്രതികരണങ്ങളും വന്നത്. ഇപ്പോൾ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ വെള്ളി ഇഷ്ടിക അയച്ചു കൊടുത്തയാളാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടതാണ്. ഇന്ന് അമ്പലം പണിയാൻ കാരണം ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടയാളാണ്. നിങ്ങൾ ഈ പറയുന്ന മതേതരമായ കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമായിരുന്നില്ലേ ഈ പറയുന്ന കമൽനാഥ്, അല്ലെങ്കിൽ കമൽനാഥിനെ പോലെ പറയുന്ന ആരെയും? അല്ല, ഞങ്ങൾ ഒരിക്കലും വ്യക്തികളുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഇതൊന്നും തടയാനോ ഇതിനൊന്നും ഞങ്ങൾ പോയിട്ടുള്ളവരുണ്ടോ? ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞത്, വളരെ ഓപ്പൺ ആയിട്ടുള്ള നിലപാടുകൾ. ആർക്കെങ്കിലും അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ അമ്പലത്തിന് സംഭാവന കൊടുക്കാനോ അല്ലെങ്കിൽ അമ്പലം പണിക്ക് സഹകരിക്കുന്നതിനോ അതിനൊന്നും വ്യക്തിപരമായിട്ട് അമ്പലത്തിന് സംഭാവന കൊടുത്തതിൻ്റെയോ വിഷയമല്ല. ഒരു പള്ളി പൊളിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം പണിതുയർത്തുകയാണ്. അതിലൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ഞാൻ താങ്കളെ പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ എന്താ പറഞ്ഞ സ്വയംഭൂവായിട്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും 4 പേര് കൂടി ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള തീരുമാനമല്ലല്ലോ എടുത്തത്. 92 ഇത് പൊളിച്ചതിന് ശേഷം 1/4 നൂറ്റാണ്ട് കാലം നീണ്ടു നിന്ന വ്യവഹാരങ്ങളും ആ വ്യവഹാരങ്ങളുടെ അവസാനമായി സുപ്രീം കോടതി അതിന്റെ ഭരണഘടനാ ബെഞ്ച് അത് എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റ്, ആ ട്രസ്റ്റാണല്ലോ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായിട്ട്, അതല്ലാതെ ഏതെങ്കിലും 2-3 വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയോ അല്ലല്ലോ. അത് ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ 1/4 നൂറ്റാണ്ട് കാലമായി കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റൂൾ ഓഫ് ലോ, ഇവ ലാലും ഞാനും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. ഡോക്ടർ ശിവദാസൻ ഭരണഘടനാ രംഗത്ത് വളരെ പ്രഗത്ഭനായ ഒരാള്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ. അപ്പോ ഒരു റൂൾ ഓഫ് ലോയുടെ പരിണിത ഫലമായിട്ടുണ്ടായ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് ഇപ്പൊ ആരൊക്കെ സംഭാവന കൊടുത്തതിൽ കോൺഗ്രസിന്റെ എത്ര നേതാക്കളുണ്ട്, അതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളത് ചർച്ച ചെയ്യുന്ന വിഷയമല്ല. പിന്നെ എനിക്ക് ശ്രീ ശിവദാസനോടുള്ള ബഹുമാനം, ശ്രീ ലാലിനോടുള്ള ബഹുമാനം, ഏതായാലും ഞങ്ങളെ നന്നാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ വരുന്നു. കോൺഗ്രസ് സ്ട്രോങ് ഡിസിഷൻ എടുക്കണം, അവിടെ മതേതരത്വ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യരുത്, ഇതൊക്കെ ഞാൻ ചോദിക്കുന്നു. ഈ നിലപാടുകളും ഡിസിഷനും ഒക്കെ നിങ്ങൾ അത് പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തോട് പറയുന്ന എന്താണ് അവർ തിരിച്ചു വരാത്തത്? എന്തുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല? ഇങ്ങനെ കോൺഗ്രസ് പോട്ടെ, ഞങ്ങളുടെ അഴകൊമ്പൻ പാർട്ടി, അഴകൊമ്പൻ നയവുമായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞ കോൺക്രീറ്റ് ആയ നയങ്ങളും നിലപാടുകളുമുള്ള പാർട്ടി, ആ പാർട്ടി
എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ ഒരു MP പോലും ഇല്ലാത്ത നിലയിലേക്ക് പോകുന്നു? ത്രിപുരയിലെ സ്ഥിതിവിശേഷവും ഒട്ടും മോശമല്ല. എത്രയോ ദീർഘകാലം ഭരിച്ചതാണ്, എത്രയോ അടിത്തറയുള്ള പാർട്ടിയാണ്. നിങ്ങൾ ഇതുപോലെ തകർന്നു പോകുന്നു. ഇപ്പൊ ഞങ്ങളെ നന്നാക്കാനായിട്ടുള്ള ഉപദേശങ്ങൾ ഞങ്ങളുടെ മതേതരത്വത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആവലാതി ഉണ്ടാകുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്നു. ഞങ്ങൾ ഒരു കാര്യം സുവ്യക്തമായിട്ട് പറയുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു മതേതര നിലപാട്, ആ മതേതര നിലപാടിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഈ പാർട്ടിക്കകത്തുണ്ട് എങ്കിൽ അവൻ സ്വയം ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു പോകപ്പെടും. കാരണം കോൺഗ്രസിന്റെ മതേതര നിലപാട് അതാണ്. ഞങ്ങൾ ശ്രീ ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നപ്പോൾ ഈ പാർട്ടിയിൽ, ഇനി പോയോ പോയില്ലയോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ലാല് സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം നാളെ ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ടോ, അദ്ദേഹം അഭിപ്രായം പറയണത്. ഇനി ഒരുപക്ഷെ അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. ഈ ചർച്ച ഇനിയിപ്പോ കേരളത്തിൽ നടക്കുന്നു, അദ്ദേഹം ഇങ്ങനെ അതൊരു പ്രശ്നമുണ്ട് ശ്രീ സേനാപതി വേണു. കമൽനാഥ് ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ഈ ചർച്ച കണ്ടതാണ്. ഇപ്പോൾ കൈരളി കണ്ടിട്ട് കമൽനാഥ് അഭിപ്രായം പറയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളടക്കം അല്ല ശരി എന്തെങ്കിലും ആവട്ടെ, കേരളത്തിലെ മാധ്യമങ്ങളായിക്കോട്ടെ, ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇപ്പോൾ ലാല് പറഞ്ഞൊരു വിഷയമില്ലേ, ഇപ്പോൾ സേനാപതി വേണുവിനെതിരെയാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നതെങ്കിൽ എൻ്റെ ഇതുവരെയുള്ളൊരു ബോധ്യം വെച്ച്, അറിവ് വെച്ച് താങ്കൾ ആ നിമിഷം അത് നിഷേധിക്കും. അതിനൊരു അങ്ങനെ വാർത്ത അടിസ്ഥാനരഹിതമാണ്, ജീവിതാവസാനം വരെ കോൺഗ്രസ്സുകാരനായിരിക്കുമെന്ന് താങ്കൾ ഉറപ്പോടെ പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യ മിനിറ്റിൽ തന്നെ. പക്ഷെ കമൽനാഥ് ഈ നിമിഷം വരെ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കുറിച്ച്, എന്നെ പോലെ ഒരാളെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം വരില്ലെന്ന് എനിക്കത് 100% ഉറപ്പുണ്ട്. കാരണം എന്നെ അറിയുന്ന പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അറിയാം, അങ്ങനെ ഒരു ആരോപണം വരത്തില്ല ഞങ്ങളുടെ പേരിൽ. അപ്പൊ കമൽനാഥിനെതിരെ അത് വരാനുള്ള ആരോപണ സാധ്യതയുണ്ട്. ഞാനിപ്പോ ഇതിന്റെ അകത്ത് പറഞ്ഞില്ല. ഇപ്പം ഇത് ആളുകളെ ഞാൻ ആദ്യം ചോദിച്ചു, വീണ്ടും ഞാൻ ചോദിക്കുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലൊന്നുമല്ല, അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി എത്രയോ ശക്തമായ വാദഗതികൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എത്രയോ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്, കോട്ടയം ജില്ലയിൽ നിന്ന് CPM-ന്റെ ഓരോ സെമിനാറുകളിലൊക്കെ ഞാൻ താമസിക്കുന്ന നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും ഒക്കെ വന്ന് എത്ര ആവേശത്തോടു കൂടി പ്രസംഗിച്ച ആളാണ്. അദ്ദേഹം ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എന്താ അപ്പൊ ഇടതുപക്ഷം പോലെ ഒരു പാർട്ടി ഇയാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇയാളെ എന്താ തുന്നിച്ചു നോക്കാനായിട്ട് പറ്റുമോ? അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ലെന്നേ. രാഷ്ട്രീയത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചാടുന്ന ആളുകൾ, അതിപ്പോ വടക്കേ ഇന്ത്യയിൽ ഇപ്പം മധ്യപ്രദേശിൽ ഒരാൾക്ക് നിങ്ങളുടെ പാർട്ടിയിലേക്ക് പോകാനില്ല, അങ്ങനെ ഒരു പാർട്ടി അവിടെ ഇല്ലല്ലോ. അവർക്ക് പോകാനുള്ള പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അവിടെ ഏതെങ്കിലും ഒരു നേതാവ് പോയതുകൊണ്ടോ നേതാക്കൾ പോയതുകൊണ്ടോ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ അടിത്തറ തകരില്ല. അത് ജനങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ആ ജനങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പാർട്ടി പറഞ്ഞ കാര്യം തെറ്റാവണമെന്നില്ല. തോറ്റുകൊണ്ടിരിക്കുമ്പോഴും ശരിയായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ധീരതയുടെ ഒരടയാളം. പശ്ചിമ ബംഗാളിൽ CPIM പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ കാരണം ഞാൻ ഇവിടെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കോൺഗ്രസും BJP-യും തൃണമൂൽ കോൺഗ്രസും എല്ലാവരും ചേർന്നൊരു ഒരു മഴവിൽ സഖ്യമുണ്ടാക്കി കോടിക്കണക്കിന് രൂപ പശ്ചിമ ബംഗാളിൽ ചെലവഴിച്ച് അവിടെ ആയുധവർഷം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഭൂതകാലത്തിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെ എല്ലാ വെല്ലുവിളികളും നേരിടുമ്പോഴും CPIM എന്ന പാർട്ടി അചഞ്ചലമായ കൂറോടുകൂടി ആ പാർട്ടിയും ആ പാർട്ടിയുടെ കേഡർമാരും അവർ വിളിച്ചു പറഞ്ഞത് മതനിരപേക്ഷതയുടെ മുദ്രാവാക്യമാണ്. ആ പാർട്ടിയുടെ പ്രതിനിധികൾ, ആ പാർട്ടിയുടെ പ്രവർത്തകർ അശേഷം ഭയമില്ലാതെ കോൺഗ്രസ് ഉയർത്തിയ, BJP മുന്നോട്ട് വച്ച സാമ്പത്തിക നയത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ അരിഞ്ഞു വീഴ്ത്തി. എത്രയെത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരാണ് ത്രിപുരയിൽ കൊല ചെയ്യപ്പെട്ടത്? തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെട്ടു. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് തെരുവിൽ നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ എന്നിട്ടും തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ത്രിപുരയിലെ പ്രവർത്തകന്മാർ തയ്യാറായില്ല എന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. ഞാൻ മറ്റൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്, കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവർ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഉൾപ്പെടെ വിജയത്തിന് വേണ്ടി എല്ലാ നിലപാടുകളും, മതനിരപേക്ഷ നിലപാടുകളും മാറ്റിവെച്ച് RSSൻ്റെ രാഷ്ട്രീയത്തിന് പിറകെ പോകുന്നു. നിങ്ങൾ ദേശീയ ചാനലിനെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചാനലിനെ അവിടെ വർഗീയതയുടെ വിഷം കുത്തിവെക്കാനുള്ള ഉപകരണമാക്കി മാറ്റി. അന്ന് തന്നെ മതനിരപേക്ഷ പാർട്ടികൾ പറഞ്ഞിരുന്നു അപകടകമാണ്. ബാബരി മസ്ജിദ് തകർക്കുന്നതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് കോൺഗ്രസ് ആണെന്ന് ആക്ഷേപം ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. വസ്തുതയറിയാം. ഭാരതരത്നം കൊടുത്ത് ആദരിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചും അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ്?
നിങ്ങളുടെ നേതാക്കന്മാരെടുക്കുന്ന നിലപാടുകളുടെ ശരിതെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നന്നാക്കാൻ വരണ്ട എന്നുള്ളതല്ല പറയേണ്ടത്, മറിച്ച് ആ നിലപാടുകളോടുള്ള നിങ്ങളുടെ അഭിപ്രായമാണ്. തോറ്റുകൊണ്ടിരിക്കുമ്പോഴും ശരി പറയുന്ന ഒരു പാർട്ടി ജയിക്കാൻ വേണ്ടി എന്ത് തെമാടിത്തവും എന്ത് തെറ്റായ കാര്യവും വിളിച്ചു പറയാമെന്ന് ചിന്തിക്കുന്നവരുടെ മറ്റൊരു കൂട്ടം. ഇവിടെ നമ്മൾ എവിടെ നിൽക്കണം, ഏത് പക്ഷത്ത് നിൽക്കണം, നമ്മൾ എങ്ങനെയാവണം എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം ഇതാ തോറ്റുപോയാലും ശരി പറയുന്നവരുടെ കൂടെയായിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ തെറ്റു പറയാൻ, അത് വർഗീയതയുടെ വിഷം ചുരത്താൻ സഹായകരമായിട്ടുള്ള അന്തരീക്ഷമുണ്ടാക്കി കൊടുക്കുന്നവർക്കൊപ്പം ഒരു നിമിഷം പോലും ഞങ്ങൾ ഉണ്ടാവില്ലെന്ന് ആവർത്തിച്ച് പറയാൻ ഊക്കുകാണിക്കുന്നവരാണ് CPIM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകന്മാർ എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കമൽനാഥിനെ പോലെ ഒരാളെ CPIM വച്ച് പൊറുപ്പിക്കില്ല. അത് അദ്ദേഹം കോൺഗ്രസ്സിലാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല, നിലപാടുകളാണ്. അത്തരത്തിലൊരു നിലപാടെടുക്കുന്ന ഒരാൾക്ക് CPIM-ൽ ഇടതുപക്ഷത്ത് തുടരാനാവില്ല. RSSൻ്റെ പരിപാടിയിൽ പോയി വിളക്ക് കത്തിക്കുന്ന ഒരാൾക്ക് CPIM-ൽ സ്ഥാനം ഉണ്ടാവില്ല. എനിക്ക് BJP-യിലേക്ക് പോകാൻ ഒരു മടിയുമില്ല എന്ന് പറയുന്ന ഒരാളെ CPIM വച്ച് പൊറുപ്പിക്കില്ല. പക്ഷേ ഇത്തരക്കാരെയൊക്കെ കോൺഗ്രസ് വച്ചു പൊറുപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ പോസ്റ്ററുകളും അവരുടെ മുഖമുള്ള ചിത്രങ്ങളും നാട്ടിലാകെ ഒട്ടിക്കുന്നതിന് ആ കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിക്കുന്നത്, മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാ പാർട്ടികളും അണിനിരക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇത്തരത്തിൽ പോകാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസിനെ നന്നാക്കുന്നതിന് വേണ്ടി കരാറെടുത്തതുകൊണ്ടല്ല, ഞങ്ങൾക്ക് അങ്ങനെ കോൺഗ്രസിനെ നന്നാക്കാൻ കഴിയും, അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നും ചിന്തിക്കുന്ന ആളുകളുമല്ല ഞങ്ങൾ. ശ്രീ സേനാപതി വേണു കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. ശരിയാണെന്നേ, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ തങ്ങൾ മുന്നോട്ട് വച്ച നിലപാടിൽ, മൂല്യത്തിൽ അവർ കടുകിട തെറ്റാതെ ഇന്നും നിൽക്കുന്നുണ്ട്. അവർ തിരിച്ചു വരാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞില്ല ഈ പള്ളി പൊളിച്ച് പണിയുന്ന അമ്പലം ശരിയാണെന്ന് അവർ പറഞ്ഞില്ല, അതിന് സംഭാവന കൊടുക്കുന്നത് ശരിയാണെന്ന് അവർ പറഞ്ഞില്ല. അവരവരുടെ നിലപാടിൽ അന്നും ഇന്നും നിൽക്കുന്നു. അവിടെയാണ് നിങ്ങളും അവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ഒരുപക്ഷെ ശിവദാസിന്റെ ഒരു ഓർമ്മക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ശിവദാസ് ആ കാലഘട്ടത്തിൽ ഇതിൽ സജീവമല്ലാത്തത് കൊണ്ടോ ആണ് ഈ പള്ളി പൊളിക്കാനുള്ള വഴിയൊരുക്കാനുള്ള കാരണം. ഈ 89-ൽ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ ഒരു സൈഡ് താങ്ങി നിർത്തിയിരുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷക്കാരായിരുന്നു. അതെന്ത് കാരണത്താല് എന്ത് നിലപാടാണ് മറുഭാഗത്ത് BJP താങ്ങി നിർത്തിയപ്പോൾ ഇപ്പുറത്തെ കാലിൽ താങ്ങി നിർത്തിയത് ഇന്ത്യയിലെ ഇടതുപക്ഷക്കാരായിരുന്നു. ഒരുപക്ഷെ അന്ന് ഇടതുപക്ഷക്കാർ സ്വീകരിച്ച ആ ഒരു നിലപാടാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിന് വളമിട്ടത് എന്ന് ഞാൻ പറയുന്നതല്ല. ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും 1989-ൽ VP സിംഗിന്റെ ഒരു ഗവൺമെന്റിനെ, അത് ഒരു ഭാഗത്ത് BJP അതിനെ പിന്തുണയ്ക്കുമ്പോൾ ആ ഗവൺമെന്റിനെ അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ മാത്രം, കോൺഗ്രസ് ഒന്നില്ലാതായാൽ മാത്രം എന്ന പേരിൽ ആ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ അതിലൂടെയാണല്ലോ പിന്നീട് ഈ പള്ളി പൊളിക്കാനുള്ള ആ നീക്കത്തിലേക്കൊക്കെ പോകുന്നതിനുള്ള കാരണങ്ങൾ അതിന് വഴിവെച്ചിട്ടുള്ള കാരണം. ഇനി ഒന്ന് അങ്ങ് പറഞ്ഞ RSSന്റെ എവിടെ പോയി വിളക്ക് കൊളുത്തിയെന്ന്. RSSന്റെ ശാഖയിൽ ഗണവേഷം ധരിച്ച് തന്റെ ചെറുപ്പകാലത്ത് മുഴുവൻ പോയിട്ടുള്ള ആള് പോളിറ്റ് ബ്യൂറോ വരെ എത്തിയിട്ടില്ലേ നിങ്ങളുടെ പാർട്ടിയിൽ? അതെന്താ നമ്മൾ ചർച്ച ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണോ? RSSന്റെ ഗണവേഷം ധരിച്ച് അവരുടെ ശാഖയിൽ, എന്താ അതിന് പറയുന്ന പേര് എനിക്കറിയത്തില്ല, ആ ശാഖയിൽ, ശാഖ പ്രമുഖല്ല, ആ ശാഖയിൽ പോയി ഞാൻ ഇത്ര വയസ്സുവരെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ നമുക്ക് പുട്ടിന് പീര ചേർക്കുന്നത് പോലെ RSSലേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു എന്നുള്ള പ്രചരണങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താം, അതിലൊന്നും വിരോധമില്ല. ഇപ്പൊ KPCC-യുടെ അധ്യക്ഷനെ ആക്ഷേപിക്കേണ്ടത് നിങ്ങൾക്ക് രാഷ്ട്രീയമായ ആവശ്യമാണ്. കാരണം എന്താ, നിങ്ങൾക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. അപ്പൊ പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു,
EM ശങ്കരൻ നമ്പൂതിരിപ്പാട് യശശരീരനായ ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ആരാധിച്ചിരുന്ന അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കോൺഗ്രസ് വിട്ടു, കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക് പോയി. ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ നേതാക്കളെ, രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടിയുമായി പോയി, കോൺഗ്രസിന്റെ ആശയങ്ങളുമായിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ല. ആചാര്യ കൃപാൽ, അവരൊക്കെ ചിലരൊക്കെ ആശയത്തിന്റെ പേരിൽ പുറത്തു പോകുന്നു, ചില ആളുകൾ അധികാരത്തിന് വേണ്ടി പുറത്തു പോകുന്നു. ഈ പുറത്തു പോകുന്ന ആളുകളൊക്കെ അവരുടെ നിലപാടുകൾ അത് ശരിയല്ല എങ്കിൽ അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോകുന്നു. SM കൃഷ്ണ പോയി, എവിടെയാണ് SM കൃഷ്ണ പോയപ്പോ പോകാതെ നിന്ന സിദ്ധരാമയ്യയും ശിവദാസന്റെ മറുപടി പറയേണ്ടത്? കാരണം താങ്കൾ ആ രീതിയിൽ ചില ആക്ഷേപങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടാകല്ലേ ശിവദാസൻ? പറഞ്ഞോളൂ. പേര് പരാമർശിക്കുകയുണ്ടായി. EMS ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. കോൺഗ്രസ് എന്നുള്ളത് വ്യത്യസ്ത ധാരയിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാം ഉള്ള ഒരു അംബ്രല ഓർഗനൈസേഷൻ എന്ന നിലയിലാണ് ആ ഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ആ പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തെ കോൺഗ്രസ്സാണ് ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ചരിത്രപരമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുഖം അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസ് പിന്നീട് ജവഹർലാലിൻ്റെ കോൺഗ്രസ്സായി, പിന്നീട് ഇന്ദിരയുടെ കോൺഗ്രസ്സായി, ഇന്ദിരയുടെ കോൺഗ്രസ് പിന്നീട് രാജീവിൻ്റെ കോൺഗ്രസ്സായി, പിന്നീട് സോണിയയുടെ കോൺഗ്രസ്സായി, നരസിംഹറാവുവിൻ്റെ കോൺഗ്രസ്സായി, സീതാറാം കേസരിയുടെ കോൺഗ്രസ്സായി, മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസ്സായി, ഇപ്പോഴിതാ ഒടുവിൽ രാഹുലിൻ്റെയും മല്ലികാർജുൻ ഖാർഗെയുടെയും കോൺഗ്രസ്സായി നിൽക്കുന്നു. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം ഒന്ന് പരിശോധിക്കുന്നത് നല്ലത്. 2, നിങ്ങളൊരു പാർട്ടിയുടെ നേതൃത്വത്തിലിരുന്നിട്ട് ആ പാർട്ടി പറയുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളായി നിൽക്കുക. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി പറയുന്നതാണെന്ന് പറയാം. അപ്പോൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ നിരന്തരം തള്ളിപ്പറയുന്ന വ്യക്തിയാണോ എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ നേതാക്കന്മാരിൽ ആരെങ്കിലും നേതാവായിരിക്കെ, നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കെ അയാൾ ഇത്തരത്തിൽ ഗണവേഷം ധരിച്ച് RSSൻ്റെ യോഗത്തിന് പോയിട്ട് നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതാണ് പരിശോധിക്കേണ്ടത്. പിന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളമുള്ള കൃത്യതയാർന്ന നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയും ഈ പാർട്ടിയുടെ ഓരോ അംഗവും ആ ധാരണക്കനുസരിച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നത്, ഇവിടെ രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യം എന്താണ്? കോൺഗ്രസ് മുതുഹിന്ദുത്വത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷതക്കെതിരായ നിലപാടെടുക്കുന്നുണ്ടോ? ആ നിലപാടെടുക്കുന്നതാണ് കോൺഗ്രസിനെ BJPയിലേക്ക് അടുപ്പിക്കുന്നത് എന്ന ചോദ്യം ശരിയല്ലേ എന്നുള്ളതാണ്. ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു, അത് പാർലമെൻറ്റിനകത്ത് എല്ലാ പാർട്ടികളും CPIMും ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ പാർട്ടികൾ ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചർച്ചയെ ബഹിഷ്കരിച്ചപ്പോൾ അയോധ്യയിലെ ക്ഷേത്രം, അവിടെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ചർച്ച ബഹിഷ്കരിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ആ ചർച്ചയിൽ പങ്കാളികളായി അവിടെ ഇരുന്ന് കൈയടിച്ചു കൊടുത്തിട്ടുള്ള പാർട്ടിയുടെ പേര് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ശനിയാഴ്ച സാധാരണ പാർലമെൻറ്റ് നടക്കാറില്ല. ആ ശനിയാഴ്ച പാർലമെൻറ്റ് നടന്നുകൊള്ളട്ടെ എന്നും പാർലമെൻറ്റിൽ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചർച്ചകളും ബില്ലുകളും ഒക്കെ വന്നുകൊള്ളട്ടെ എന്നും പറയുമ്പോൾ, ശനിയാഴ്ച നടന്നുകൊള്ളട്ടെ എന്നും പറയുമ്പോൾ അതിനെതിരായി ഒന്നും സംസാരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? വെള്ളിയാഴ്ച പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എല്ലാം ഒഴിവാക്കി അവിടെ സർക്കാർ ബിസിനസ് വന്നുകൊള്ളട്ടെ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ടാണ് പറയാൻ തോന്നാതെ പോയത്? ഞാൻ കോൺഗ്രസ് നൽകുന്ന സംഭാവനകളെല്ലാം മാനിക്കുന്നു. കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ ആ പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കാണുന്നു, മനസ്സിലാക്കുന്നു. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സംഭാവനകൾ ഇനിയും ഉണ്ടാവണമെന്ന് ആവർത്തിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റുമോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ലാല്, ഇപ്പോൾ ഏതായാലും പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുത്ത സമയത്തേക്ക് നമ്മൾ പോവുകയാണ്. സ്വാഭാവികമായും ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് കമൽനാഥിൻ്റെ വിഷയം, പിന്നെ NK പ്രേമചന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയം. അതിനപ്പുറം ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടായ രാഷ്ട്രീയ വിഷയങ്ങളെ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്ത രീതി വെച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തു വിശ്വാസ്യതയാണ് ഈ സമൂഹം അവർക്ക് നൽകേണ്ടത്? എന്തുറപ്പാണ്
അവർ ഈ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാട്ടത്തിനുണ്ടാകും എന്നതിനെക്കുറിച്ച് പറയാനുള്ളത് അവർക്ക്? അതൊരു വലിയ ചോദ്യമാണ് അനു. ബിക്കോസ് അതിനകത്ത് പ്രശ്നം, കോൺഗ്രസ് ഈസ് ഓൾവേസ് ഫെയിലിംഗ് ടു ഹോൾഡ് ഓൺ ടു ദ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ദേ വേ ഫോളോയിങ്. അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പ്രിൻസിപ്പിൾസിനെ എല്ലാം കോംപ്രമൈസ് ചെയ്ത് ദേ ആർ ഇൻ എ കോംപ്രമൈസ് പൊസിഷൻ നൗ. ഇതൊരു സത്യമാണ്. കാരണം രാജ്യത്ത് വർഗീയത ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നതിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതിന്റെ കോൺഗ്രസിന്റെ പങ്കാണ്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഈ ബാബറി മസ്ജിദിന്റെ ജഡ്ജ്മെന്റ് എടുത്ത് വീണ്ടും ഇങ്ങനെ നോക്കുമായിരുന്നു അയോധ്യയിലെ. അപ്പൊ അതിന്റെ ചരിത്ര നാൾ വഴികളിലകത്ത് ഈ പറയുന്ന ഇവരുടെ ആൾക്കാരുടെ സമയങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന ഇടപെടലുകളാണ്. മനസ്സിലായില്ലേ? ഇപ്പം മണിശങ്കർ അയ്യർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിനകത്ത് ദ രാജീവ് ഐ ന്യൂ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അരുൺ നെഹ്റു, അദ്ദേഹം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ പങ്ക് രാജീവ് ഗാന്ധിയെ പലതും അറിയിച്ചില്ല എന്നുള്ളതാണ് മണിശങ്കർ അയ്യർ പറയുന്നത്. ബിക്കോസ് ഹി വാസ് ഒബ്വിയസ്ലി ദ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് ഓഫ് രാജീവ് ഗാന്ധി. അപ്പൊ അദ്ദേഹം രാജീവ് ഗാന്ധിയെ എതിർത്ത് പറയത്തില്ല. അപ്പൊ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന മന്ത്രിമാർ ഇതിനകത്ത് ഇടപെട്ടതിനെ കുറിച്ച് ഈ പറയുന്ന ബാബറി മസ്ജിദിന്റെ വിഷയത്തിൽ ഇടപെട്ടതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നു. അങ്ങനെ രാമനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ തീരുമാനിക്കുകയും അരുൺ നെഹ്റുവിന്റെ ശ്രമം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് രാമനെ എന്നുള്ളതാണ്. ആ രാമനെ കയ്യിലെടുത്തുകൊണ്ട് അദ്വാനി, മുരളി മനോഹർ ജോഷിയും കൂടി ഓടി. പിന്നെ അവര് യഥാർത്ഥ രാമന് വേണ്ടി അങ്ങ് കളി തുടങ്ങി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഈ വർഗീയതയുടെ അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പൊളിറ്റിക്കൽ രാമനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഗാന്ധിയുടെ രാമനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ പൊളിറ്റിക്കൽ രാമനെ വെച്ചുള്ള രാഷ്ട്രീയ കളി തുടങ്ങുകയും അതിൽ നിന്ന് പുറത്തു പോകാൻ കോൺഗ്രസിന് പറ്റിയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഇവർക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറയുന്നേ? നോക്കൂ, BJPക്കെതിരെ ഇത് ശരിയല്ല ചെയ്യുന്നത്, ഇത് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് തകർക്കപ്പെടേണ്ടതല്ല, അല്ലെങ്കിൽ അങ്ങനെ തകർക്കാൻ പാടില്ലാത്തതായിരുന്നു, അത് തെറ്റായിരുന്നു എന്ന് കോൺഗ്രസിന് എങ്ങനെ നിലപാടെടുക്കാൻ പറ്റും? ഇവരുടെ സമയത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പൊളിച്ചത് പോലും ഇവരുടെ സമയത്താണ്. ഇവർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ പൊളിച്ചത്. അപ്പൊ പിന്നെ ഇങ്ങനെ ഇവർക്ക് ചുമ്മാ എതിർ പറയാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പം ബിജെപിക്കെതിരെ ഇവർ പറയുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തി എന്നുള്ളൊരു പ്രയോഗം നമ്മൾ നടത്തുമല്ലോ. കോൺഗ്രസ്സുകാർ അത് പറയുമ്പോഴും വർഗീയത എന്ന് പറയുന്ന ആശയത്തെ ഏറ്റവും നന്നായിട്ട് കളിച്ചിട്ടുള്ളവരാണ്. ആ കളി കൈവിട്ടു പോയി എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഇവിടെ വന്ന ഒരു വിഷയത്തിൽ ഒരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ത്രിപുരയുമായി ബന്ധപ്പെട്ടും ബംഗാളുമായി ബന്ധപ്പെട്ടും അത് തകർന്നു പോയി എന്ന് പറയുമ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ അവിടുത്തെ കോൺഗ്രസിന്റെ പങ്ക് നമ്മളത് മറന്നു പോകരുത്. സേനാപതി വേണുഗോപാൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോകുമ്പോൾ ത്രിപുരയിൽ എന്താ സംഭവിച്ചത്? ത്രിപുരയിൽ 38% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി വെറും 6-7% ഒതുങ്ങി. 7% ആദ്യം CPIM അവിടെ തോക്കുമ്പം BJPക്ക് 42%, അന്നും എനിക്ക് തോന്നുന്നു CPIM 38-39% വോട്ടുണ്ട്. ആ സമയത്ത് അത്രത്തോളം വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി 7% ഒതുങ്ങി. 7% ഒതുങ്ങിയതിന്റെ കാരണം എന്താ? കോൺഗ്രസ്സുകാർ മൊത്തം BJP വോട്ട് ചെയ്തു. ഒരു 5 വർഷം കൊണ്ട് 30% വോട്ട് അല്ലെങ്കിൽ 35-30% വോട്ട് ഒരു പാർട്ടിക്ക് കൂടണമെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ 30% 18 വയസ്സുകാർ കൂടാൻ പറ്റത്തില്ല. അങ്ങനെ കൂട്ടത്തില്ല. അപ്പം നിങ്ങളുടെ പെട്ടെന്ന് അത്രയും ഷിഫ്റ്റ് വരണമെങ്കിൽ, കൂടാതെ നിങ്ങളുടെ ഭാഗത്ത് വോട്ട് അത്രയും പ്രപ്പോർഷണലി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് പോയി എന്നുള്ളതാണ് അർത്ഥം. അവിടെ സംഭവിച്ചതാണ്. പിന്നെ ഇവർ കാണിക്കുന്ന BJP കാണിക്കുന്ന കേന്ദ്രത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് സപ്രസ് ചെയ്യുന്ന, പലർക്കും ഈ പ്രാവശ്യം പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊന്നും അവിടെ പോയി വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ത്രിപുരയിൽ കളിക്കുന്നു. അതുപോലെ തന്നെ ബംഗാളിൽ സംഭവിച്ചെന്നാ? ബംഗാളിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കുറെ നയപരമായ കുറെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ പറയും, നമ്മൾ അതവിടെ നിൽക്കട്ടെ. അടിസ്ഥാനപരമായി അവിടെ സംഭവിച്ച മെയിൻ പ്രശ്നം അവിടെ വർഗീയതയായി എന്നുള്ളതാണ്. നോക്കൂ, ബംഗാളിൽ CPIM ഉള്ളപ്പോൾ ഈ രീതിയിലല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. മമതാ ബാനർജി CPIM തോൽപ്പിക്കാനായിട്ടോ വലിയ ശ്രമം നടത്തുന്നു. ആ CPIM തോൽപ്പിക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസും കൂടെ അവരോട് ഒത്തുചേർന്നു.
കോൺഗ്രസ് CPM മമതാ ബാനർജി CPM തോപ്പിക്കുന്നു. തോപ്പിച്ച ശേഷം അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് മുസ്ലിം ഹിന്ദു പ്രശ്നമാണ്. നോക്കൂ, ഇടതുപക്ഷത്തിന് അവിടെ ജയിക്കാൻ പറ്റാത്തതിന് കാരണം കോൺഗ്രസിന് പോലും ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ കാര്യം കൂടെ പറഞ്ഞേ, കോൺഗ്രസിന് പോലും ജയിക്കാൻ പറ്റാത്തതിന് കാര്യം അവിടെ രാഷ്ട്രീയമല്ല പറയുന്നത്, അവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി മാറി. അതുകൊണ്ടാണ് 40 സീറ്റുള്ള ബംഗാളില്, ഈ ഒരിക്കലും വേരോട്ടം ഇല്ലായിരുന്ന ബംഗാളില് 18 സീറ്റ്, കഴിഞ്ഞ പാർലമെന്റിൽ 18 സീറ്റ് BJPക്കുണ്ട്. പുരോഗമന രാഷ്ട്രീയം പറയുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ പുരോഗമന രാഷ്ട്രീയം പറയുന്ന CPIMനോ ഒരു സീറ്റ് പോലും അവിടെ പ്രോപ്പർലി കിട്ടാതെ, നല്ല ശക്തമായി കോൺഗ്രസിന് 2 സീറ്റുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കിട്ടാതെ പുറകോട്ട് പോവുകയും വർഗീയ ശക്തിയായ BJPക്ക് 18 കിട്ടുന്നതിന് കാരണം അവിടെ പോളറൈസ്ഡ് ആയി എന്നുള്ളതാണ്. ആ പോളറൈസ്ഡ് ആയതിനും കാരണം അതിലേക്ക് എത്തിപ്പെടുന്നതിൽ നിങ്ങളുടെ പങ്ക് ഒട്ടും ചെറുതല്ല. അപ്പൊ അതിനെ നമ്മൾ ഒഴിഞ്ഞു മാറി, അയ്യോ നിങ്ങൾ ഇവിടെ ആൾക്കാർ സാധാരണഗതിയിൽ ചർച്ചയിൽ പറയുന്ന ഒരു കാര്യമാണ്, ബംഗാൾ ഇപ്പൊ നിങ്ങൾ എവിടാ ഉള്ളേ, അല്ലെ ത്രിപുരയിൽ നിങ്ങൾ എവിടാ ഉള്ളേ, ഈ പറയുന്ന ആൾക്കാരെ ഈ പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇത്രേ ഉള്ളൂ. അതാണ് എന്റെ പോയിന്റ്. ഐ തിങ്ക് ഐ കൺവേഡ് ഇറ്റ് പ്രോപ്പർലി. ഐ തിങ്ക് സോ. ശ്രീ സേനാപതി വേണു, നമ്മൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഈ പാർലമെന്റിൽ കഴിഞ്ഞ അവസാന ദിവസം, മോദി സർക്കാരിൻ്റെ അവസാന പാർലമെന്റ് സമ്മേളനം, അതിൻ്റെ അവസാന ദിവസം സംഭവിച്ചത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും പാർലമെന്റിൽ ഒരു സജീവ ചർച്ചയാക്കി കൊണ്ടുവരികയും അതിൽ വലിയ തോതിൽ വർത്തമാനം പറയുന്നതുമൊക്കെ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ മതേതരത്വം എല്ലാം പറഞ്ഞിട്ട് കോൺഗ്രസ് ആ ചർച്ചയിൽ പോയി പങ്കെടുത്തത്? ഇവിടെ ഇരിക്കുന്ന ശിവദാസനടക്കം, ഡോക്ടർ ശിവദാസൻ, ഒപ്പം തന്നെ CPIMന്റെ നേതാക്കളെല്ലാം, MP-മാരെല്ലാം ആ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, ഇറങ്ങിപ്പോരുന്നത് നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗ് അടക്കം നിങ്ങളുടെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഒരിക്കലും ഇല്ല എന്ന് മാത്രമല്ല, ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് ശ്രീ മനീഷ് തിവാരി അദ്ദേഹം നടത്തിയ ഈ ഗവൺമെന്റിന് നേരെ നടത്തിയ കടന്നാക്രമണങ്ങൾ, അതിന്റെ വിഷ്വലുകളെല്ലാം ഇനിയിപ്പോ ദേശീയ തലത്തിൽ ഞങ്ങളെ എതിർക്കുന്നവർ ചിലപ്പോൾ അതിനെ തമസ്കരിച്ചാലും ആ വിഷ്വലുകൾ രാജ്യം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നരേന്ദ്രമോദിയുടെ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന പൊള്ളയായ പ്രചരണങ്ങളെ, ആ പ്രചരണങ്ങളെ സമ്പൂർണമായി തുറന്നു കാണിച്ചുകൊണ്ട് ശ്രീ മനീഷ് തിവാരി പാർലമെന്റിൽ നടത്തിയ പ്രചരണം, അദ്ദേഹത്തിന്റെ പ്രസംഗം, ആ പ്രസംഗം തന്നെ അത് എന്താ പറഞ്ഞേ, രാജ്യം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ആ പ്രസംഗം. അത് ഒരുപക്ഷെ ശിവദാസൻ ബഹുമാന്യ MP പാർലമെന്റ് ബഹിഷ്കരിച്ചുകൊണ്ട് അത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നതിനേക്കാൾ ഉപരി പാർലമെന്റിനകത്തിരുന്ന് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി മറുപടി പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. 2 കാര്യങ്ങൾ കൂടി എനിക്കൊരു മറുപടി പറയാനായിട്ട് സമയം തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് ബഹുമാന്യായ ശ്രീ ലാല് പറഞ്ഞ ലാലിന്റെ വിശ്വാസം ഹി പ്രോപ്പർലി കൺവേഡ് റിഗാർഡിംഗ് ദ കൺഫ്യൂഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് ഇൻ ത്രിപുര ആൻഡ് ബംഗാൾ. ലാല് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് അവിടെ 38%, ഇനിയിപ്പോ ഞങ്ങള് 38% വോട്ട് കംപ്ലീറ്റ് BJPക്ക് ചെയ്താലും റിമൈനിങ് 62% ഈസ് ദയർ. ആ 62% എന്തുകൊണ്ട് അത് CPMന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല? ആ 62%ൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോയതോടു കൂടിയാണ് there is a total failure of communist ideology in ത്രിപുര. ഞങ്ങൾക്ക് ബംഗാളിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാത്തപ്പോഴും ഞങ്ങൾ 2 ഞങ്ങൾ മാൽഡ സൗത്തും അതുപോലെ തന്നെ ബഹ്റാൻപൂറും, പഴയ ഞങ്ങളുടെ ഗാനി ഖാൻ ചൗധരിയുടെ ചെറുമകൻ ബാപ്പു മുഹമ്മദ് ചൗധരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്റെ വിശ്വാസം, അതെ, അധീർ രഞ്ജൻ ചൗധരി, ഞങ്ങൾക്ക് 2 പേരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതുപോലും ഇല്ലാത്തത്? ഞങ്ങൾ അവിടെ നിങ്ങളെ എതിർത്തു എന്നുള്ളതല്ല, നിങ്ങളുടെ എന്താ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയം അത് ത്രിപുരയുടെ മണ്ണിൽ അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം അങ്ങ് പറഞ്ഞു, കോൺഗ്രസ് BJPയുമായി സന്ധി ചെയ്യുന്നു. I can say that the only political party in our country which has no political alliance with the BJP at any time, that is the only political party, അത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിലും BJPയുമായി ഒരു രീതിയിലും സന്ധി ചെയ്യാത്തവർ, ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത്. അത് നാളെയും ഞങ്ങൾ തുടരും. ഞങ്ങളല്ലാതെ VP സിംഗിന്റെ ഗവൺമെന്റ് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് താങ്ങി, അതല്ല വേറൊരു ഗവൺമെന്റ് ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ് വരുമ്പോൾ അല്ല, ഞങ്ങൾ BJPയും സംഘപരിവാറുമായി ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് രൂപീകരിച്ച കാലഘട്ടം മുതൽ ഇന്നോളം
ഞങ്ങൾ ആ സംഘപരിവാറിന്റെയും BJP-യുടെയും ആശയത്തിന് എതിരെ എതിരെ നിന്ന് പൊരുതുന്നവരാണ്. അതാണ് ഞങ്ങളുടെ മതേതരത്വം. ആ മതേതരത്വത്തിൽ ഞങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല. ഞങ്ങൾക്ക് പരാജയം ഉണ്ടാകും, ഞങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടാകും. പക്ഷെ ആ വീഴ്ചകളിൽ നിന്നൊക്കെ ഞങ്ങൾ കർണാടകത്തിൽ തിരിച്ചു വന്ന പോലെ, തെലങ്കാനയിൽ തിരിച്ചു വന്നതുപോലെ, ഹിമാചലിൽ തിരിച്ചു വന്ന പോലെ ഞങ്ങൾ തിരിച്ചു വരും. കാരണം കോൺഗ്രസ് എന്നത് അത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു ജനതയുടെ വികാരം. മനു, സേനാപതി വേണു പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം നോക്കൂ. 62% വോട്ട് മേടിച്ച് അല്ലെങ്കിൽ 62% വോട്ട് എങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് സേനാപതി വേണുവിന്റെ ചോദ്യം. ഞാൻ പറഞ്ഞത് 39-40% CPM-നോട് കിട്ടുന്നുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് പോയാലും പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. നിക്ക് അതാണ് കോൺഗ്രസിന്റെ 30% ഒന്നും രണ്ടും അല്ല, 30% വോട്ട് പോയതിനെ ബാലൻസ് ചെയ്യാൻ CPM ബാക്കിയുള്ള 60-ൽ നിന്നും പൂർണ്ണമായി പിടിക്കണം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി 60% വോട്ട് നേടി ജയിക്കുന്നുണ്ടോ ഒരു സീറ്റ്? അങ്ങനെ ഒരു കാര്യം കൂടെ പറയണമല്ലോ. ഇന്ത്യയിൽ ഏത് പാർട്ടിയാണ് 60% വോട്ട് മേടിച്ച് 60% ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട് ത്രിപുരയിൽ. BJP എങ്ങനെ വന്നു? ആ BJPക്ക് വോട്ട് ഷെയർ ഇവിടെ നിന്ന് വന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഒറ്റ മിനിറ്റ് വേഗം ഇത് സമ്മതിക്കരുത്. ശ്രീ സേനാപതി വേണു, ഒറ്റ നിമിഷം, നമ്മൾ സമാധാനപരമായി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അദ്ദേഹം പറയട്ടെ. ഞാൻ ഒരിക്കലും ഒരു ചർച്ചയിൽ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഇല്ല, പറഞ്ഞോളൂ. ഞാൻ ഒരു ചർച്ചയിൽ ഇന്റർഫിയർ ചെയ്യുന്ന ഒരാളല്ല. സോറി, ഇത് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും. ഞാൻ പറഞ്ഞത് അല്ല, ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനു അങ്ങനെ ഇടപെടാൻ പറ്റത്തില്ല. പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ഇത്രയും ശതമാനം വോട്ട് മേടിച്ചുകൊണ്ട് നമ്മൾ CPM ജയിക്കണം. കോൺഗ്രസിന്റെ വോട്ട് 30% അപ്പുറത്ത് വോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രശ്നമല്ല ഇപ്പുറത്തെ പ്രശ്നം, അല്ലേ? അതിനകത്ത് പറയുന്നതിന് എന്തൊരു മര്യാദയുണ്ട്? പിന്നെ അടുത്ത പറഞ്ഞെന്താ, കോൺഗ്രസ് മാത്രമാണ് BJP-യെ തകർക്കാനായി ഇപ്പുറത്ത് നിന്നിട്ടുള്ള സന്ധി ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. കോൺഗ്രസ്സുകാർ മൊത്തം BJP ചേരുവാന്നേ. അപ്പൊ പിന്നെ അങ്ങനെ എതിർക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഉണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ്സുകാർ BJP ചേർന്നിട്ടുള്ളത് പോലെ മറ്റേതെങ്കിലും ഒരു പാർട്ടിന്ന് BJP-യിലേക്ക് ചേർന്നതിന്റെ കണക്ക് സേനാപതി വേണുവിന് എടുത്തെന്ന് പറയാവോ? പറയാൻ പറ്റത്തില്ല. കോൺഗ്രസ്സുകാർ മൊത്തം BJP ചേരുക. ഞാനൊരു 200 പേര് എഴുതണമെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇടപെടുകയാണ്, ക്ഷമിക്കുക. ശ്രീ ഡോക്ടർ ശിവദാസൻ, അവരുടെ മതേതരത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. BJP-യുമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യാത്ത, എന്നും ആ പോരാട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടാകും കോൺഗ്രസ് എന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ച പറഞ്ഞു വെക്കുന്നത്. താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ആർക്കും അറിയാം BJP-യുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാർട്ടി ആരാണ്. നമ്മൾ ദൂരസ്ഥലങ്ങളിലൊന്നും പോകണ്ട, പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് ഒക്കെ എടുത്താൽ മതി. എന്തിനേറെ നേമത്തെ തന്നെ എടുത്താൽ വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിൽ വെക്കല്ലേ. ചില രണ്ട് പാർട്ടികളുടെയും രാഷ്ട്രീയ സ്വഭാവം ഏറെ പൊരുത്തമുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. രണ്ട് കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള നയം വ്യത്യസ്തമാവണമെന്നില്ല. രാഷ്ട്രീയ നയം ഒന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് അപകടകരമായ കാര്യം. ശിലാന്യാസം നടത്താൻ ഒരു കൂട്ടർ അനുമതി നൽകുന്നു, മറ്റൊരു കൂട്ടർ പള്ളി പൊളിക്കുന്നു, അവിടെ RSSൻ്റെ ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, ആ ട്രസ്റ്റിൻ്റെ മുകളിൽ പോത്തനം നടത്തുന്നു. RSS ട്രസ്റ്റിന് വെള്ളി ഇഷ്ടിക കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗം സംഭാവന ചെയ്യുന്നു. ആ സംഭാവന ചെയ്യുന്ന ആളെക്കുറിച്ച് യാതൊരു വിമർശനം ഉന്നയിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക് കഴിയുന്നുമില്ല. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഇനി പാർലമെൻറ്റിനകത്തുണ്ടായിട്ടുള്ള വിഷയം, ആ വിഷയം രാജ്യസഭയിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസും റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ വിഷയം ആദ്യം റേസ് ചെയ്യുന്നു. അതോടൊപ്പം ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള മദ്രസ തകർത്ത, പള്ളി തകർത്ത അതിഭീകരമായിട്ടുള്ള അക്രമത്തെക്കുറിച്ച് അവിടെ ഇളമരം കരീമും റഹീമും നോട്ടീസ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ പാർലമെൻറ്റിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. മികച്ച ഒരു പാർലമെൻറ്റേറിയൻ എങ്ങനെയായിരിക്കണമെന്നുള്ള ശരിയായ ഒരു ഉത്തരം നിലയിക്കൊണ്ട് ലോകസഭയിൽ ആരിഫ് കൊടുത്തിട്ടുള്ള നോട്ടീസുകൾ ഒരുപക്ഷെ ഈ ഇന്ത്യയിൽ തന്നെ ലോകസഭയിലെ ഏറ്റവും മികച്ച അംഗമായിരുന്ന ചോദ്യത്തിന് നമ്മുടെ ആലപ്പുഴയിലെ MP ആരിഫാണ് എന്ന് പലരും പറഞ്ഞത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്രയേറെ ജനകീയ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിന് മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല? കോൺഗ്രസ് എന്ത് വിഷയമാണ് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത്? അത് BJP-യുടേതിന് സമാനമായിട്ടുള്ള വിഷയങ്ങൾ. ഉത്തരാഖണ്ഡിലെ നിയമസഭ അവിടെ ഏക സിവിൽ കോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ യാതൊരു മടിയില്ലാതെ പിന്തുണ കൊടുക്കാൻ ആലോചിക്കുന്നു. ഇവിടെ ക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗമായിട്ട്
സർക്കാർ ഔദ്യോഗികമായിട്ട് അവധി കർണാടകത്ത് കൊടുക്കുന്നു, പല സ്ഥലങ്ങളിലുള്ള ഈ വിഷയങ്ങൾ വരുന്നു. അപ്പം കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിന് ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ ഭരണ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എടുക്കേണ്ടുന്ന ന്യായവും ഉചിതവുമായിട്ടുള്ള തീരുമാനം എന്ത് എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. ഞങ്ങളുടെ അഭ്യർത്ഥന എന്താ, മതനിരപേക്ഷ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് പുലർത്തണം, ജനങ്ങളുടെ വിഷയങ്ങളൊന്ന് പറയണം. ഏക സിവിൽ കോഡിനെയും പശുവിനെ സംരക്ഷിക്കുന്നതും കാര്യത്തെക്കുറിച്ച് BJP പറയുമ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ തന്നെ ചുറ്റി നടന്നു പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾ നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. യാതൊരു വിധത്തിലും നിങ്ങളെ നന്നാക്കി കളയാം എന്ന ആഗ്രഹമോ അല്ലെങ്കിൽ നടക്കാത്ത കാര്യത്തെക്കുറിച്ചുള്ള സ്വപ്നമോ ഒന്നും ഞങ്ങൾ ഓക്കെ, താങ്ക് യു ശ്രീ ശിവദാസനൊപ്പം തന്നെ ശ്രീ സേനാപതി വേണു, ശ്രീ അഡ്വക്കേറ്റ് N. ലാൽകുമാർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്.